ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, ഈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ആദ്യം ഇത് നോക്കാം. XY ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, XY ലിമിറ്റഡ് എന്നൊരു കമ്പനി. ഈ XY ലിമിറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 2020 കരുതുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2020. ഈ 2020 ബിസിനസ് തുടങ്ങിയ XY ലിമിറ്റഡിന് അവരുടെ പെർഫോമൻസ് വളരെ ഗംഭീരമായതുകൊണ്ടായിരിക്കാം നഷ്ടമാണ് സംഭവിച്ചത്. ഇൻകേർഡ് ലോസ്. ആൻഡ് നോട്ട് ഓൺലി ഇൻ ദ ഇയർ 2020, ലാസ്റ്റ് 4 years ദേ ആർ സഫറിങ് ലോസസ്. അതായത് 2020, 2021, 2022, 2023 എല്ലാം ഈ കമ്പനി നഷ്ടത്തിലാണ്, XY ലിമിറ്റഡ്. അപ്പോൾ പിന്നെ അവർ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം അവരൊരു കൺസൾട്ടൻസി സർവീസിനെ ഏൽപ്പിച്ച് അവരെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം അവരിപ്പോൾ ഉടനെ പറഞ്ഞു, ശരി നിങ്ങൾക്ക് 4 വർഷം ലോസ് ആണ്, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് കാണിച്ചു കൊടുത്തു. ബാലൻസ് ഷീറ്റ് ഓഫ് XY ലിമിറ്റഡ് 10,20,000 ലൈബിലിറ്റിയും അസറ്റും പറയുന്നുണ്ട്. ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് നോക്കുമ്പം ഇക്വിറ്റി ഷെയർ 5 ലക്ഷം രൂപ കിടപ്പുണ്ട് അവർക്ക്. ജനറൽ റിസർവ് 20,000 ഉണ്ട്. നോക്കുക, കഴിഞ്ഞ 4 വർഷമായിട്ട് നഷ്ടത്തിലാകുന്ന ഫേമിന് 20,000 രൂപ ജനറൽ റിസർവ് ഉണ്ട്. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ 20% ഇൻട്രസ്റ്റിലാണ് അവർ ബാങ്ക് ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ എടുത്തിരിക്കുന്നത്. 15% ഇൻട്രസ്റ്റോട് കൂടിയാണ് ഡിബഞ്ചർ എടുത്തിരിക്കുന്നത് അവർ, ഈ 1,50,000. പിന്നെ അവർക്ക് ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഇനി അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ഓക്കെ എല്ലാം ഉണ്ട്. പിന്നെ താഴെ നോക്കുമ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റാണ് അവർക്ക് 2,40,000. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടം അതൊരു 1 ലക്ഷം കാണിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ടും സ്ഥാപനത്തിനൊരു അസറ്റല്ല. ഇതിന് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് നമുക്ക് കാറ്റഗറി ഉൾപ്പെടുത്താം. ഗുഡ് വിൽ ഈസ് ആൻഡ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ലോസ് ആണ്. അപ്പോൾ പിന്നെ അവർക്കൊരു ഗുഡ് വില്ലിന് ഒരു വില പറയാനൊന്നും ഇല്ല. അപ്പോൾ ഇത് ഇത്രയും ആക്ച്വലി ഇവർക്ക് ഇല്ല എന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് അസറ്റ് സൈഡിൽ 3,40,000 റുപ്പീസിൻ്റെ കുറവുണ്ടെന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് അത്രയും നമുക്ക് എഴുതി തള്ളേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ എക്സ്പെർട്ട് സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ഈ ബാങ്കുകാരോട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യണം, നിങ്ങളുടെ 20% ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യിക്കുക. ഈ കമ്പനി രക്ഷപ്പെടുത്താൻ അവർ കൊടുക്കുന്ന സജഷൻസ് ആണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറയ്ക്കാൻ പറയണം. ക്രെഡിറ്റേഴ്സുമായിട്ടൊക്കെ ഒരു ധാരണയുണ്ടാക്കി ഈ 20,000 തന്നെ കൊടുക്കണോ, അല്ലോ അതൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൽ ചിലപ്പോൾ അതൊരു 10,000 ആക്കാം. ബിൽസ് പേയബിൾ കുറച്ചും കൂടെ റെഡിയാക്കാൻ നോക്കണം. അങ്ങനെ മൊത്തത്തിൽ ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് അഴിച്ചു പണിയും. അങ്ങനെ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അതൊന്ന് അഴിച്ചു പണിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ പൊതുവേ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണലാണ്. ഒരിക്കലും സ്ഥാപനത്തിന് പുറത്ത് ഒരു അറിവൊന്നും വരുന്നില്ല. കാരണം ഇതൊരു വിൻഡോ ഡ്രസ്സിങ് എന്ന് വെച്ചാൽ അതാണല്ലോ, നമ്മളിങ്ങനെ ബാലൻസ് ഷീറ്റൊക്കെ കാണിച്ചു വെച്ചേക്കുക, പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റാക്കി എടുത്തും പുതിയൊരു നല്ല കമ്പനി ആക്കണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റേർണൽ സ്ഥാപനത്തിനകത്ത് ഒരു റീകൺസ്ട്രക്ഷൻ ആവശ്യമാണ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഓർഗനൈസേഷൻ. അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് അസറ്റ് നമ്മളെടുത്ത് കളയണം, കുറച്ച് ലൈബിലിറ്റി കുറയ്ക്കണം, ഈ ഷെയർ ക്യാപ്പ്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇത് 3,40,000 അസറ്റ് കുറയണം. അപ്പോൾ അസറ്റ് കുറഞ്ഞതനുസരിച്ച് അസറ്റ് സൈഡിൽ അത്രയും വില കുറഞ്ഞ ലൈബിലിറ്റിയിൽ അത്രയും കുറയണം. അപ്പോൾ അവിടെ ചെയ്യാവുന്ന എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈ 5 ലക്ഷം രൂപ ക്യാപിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒന്നും കാണത്തില്ല, കുറച്ച് കുറയ്ക്കണം. അതുപോലെ ജനറൽ റിസർവ് എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ട്, അത് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ സ്ഥാപനത്തിനകത്തുള്ള കാര്യങ്ങളെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 100 രൂപ വെച്ച് ഇപ്പോൾ ഇവിടെ 5,000 ഷെയർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 5 ലക്ഷം വന്നത്. അപ്പോൾ ഒന്നേ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഈ 100 എന്നുള്ളത് 50 രൂപ വെച്ചാക്കാം. 50 രൂപ വെച്ചാക്കി കഴിഞ്ഞാൽ ഈ 5,000 എന്നുള്ളത് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ, ഒരു 2,50,000 റുപ്പീസ് ആവും. അപ്പോൾ അത്രയും എമൗണ്ട് ലൈബിലിറ്റി സൈഡിലും കുറയും. അതല്ല ഇത് മാറ്റി 10 രൂപ വെച്ചാക്കിയാണ് വെറും 50,000 രൂപയെ വരുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കൊന്ന് ഷെയറിൻ്റെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഈ എമൗണ്ട് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലുണ്ട്, അത് അല്ലെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റലും അൺഇഷ്യൂഡ് ക്യാപിറ്റലും ഉണ്ട്. അതിൽ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്യലാണ് ഈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓർക്കേണ്ട കാര്യം, ലൈബിലിറ്റി സൈഡ്
എമൗണ്ട് വല്ലതും കൂടും, അതായത് ലൈബിലിറ്റി ഇനി ഇവിടെ ചെയ്യുമ്പോൾ കൂടുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റാണ് കൂടുന്നതെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യണം. അസറ്റാണ് കൂടുന്നതെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലൈബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെബിറ്റ് ചെയ്യണം. എന്നാൽ ഈ സൈഡ് എന്ന് പറയുന്ന ലൈബിലിറ്റി അസറ്റ് കുറഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ റൂൾ നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, ലൈബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ശരി, നമുക്ക് അത് പ്രകാരം ഈ തിയറി ഒന്ന് നോക്കാം. എന്താണ് തിയറി പറയുന്നത് നമുക്ക് നോക്കാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഇന്റേണൽ റീഓർഗനൈസേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. ഞാനിപ്പോൾ പറഞ്ഞു, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അസറ്റിന് കുറച്ച് നഷ്ടങ്ങൾ നമ്മൾ എഴുതി തള്ളണം. അപ്പോൾ അതിന് പകരമായിട്ട് ലൈബിലിറ്റി സൈഡിൽ അതിന് ഈക്വലായിട്ട് കുറയണമെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിലും ലൈബിലിറ്റിയിലും ഒക്കെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓർ ഇന്റേണൽ റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്റേണൽ റീഓർഗനൈസേഷൻ എയ്തർ ബൈ ഓൾട്രേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഓർ ബൈ റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ എന്നും പറയാം. എന്തൊക്കെ രീതിയിലാണ് ഇന്റേണൽ റീഓർഗനൈസേഷൻ വരുന്നത്? ഓൾട്രേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. റീകൺസ്ട്രക്ഷൻ ബൈ ഓൾട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ഈസ് ഇഫക്റ്റഡ് ബൈ ഇൻക്രീസിങ് ദ ഷെയർ ക്യാപിറ്റൽ ഓർ കൺസോളിഡേറ്റിംഗ് ഓർ സബ് ഡിവൈഡിങ്. ഒന്നെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂട്ടി, ചിലപ്പം അസറ്റ് ലൈബിലിറ്റിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നായിരിക്കാം. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂട്ടിയാകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 രൂപ വീതം വിലയുള്ള ഷെയറുകൾ, ഒരു 100 ഷെയർ ഉണ്ട്, അതിന് 10 രൂപ വീതം വിലയുള്ള 2 ഷെയറുകൾ എടുത്ത് ഒറ്റ ഷെയറാക്കി. 20 രൂപ വീതം വിലയുള്ള അല്ലെങ്കിൽ 10 രൂപ വീതം വിലയുള്ള ഒറ്റ ഷെയർ, അപ്പോൾ 2 ഷെയറുകളെ ഒന്നാക്കി. അങ്ങനെ ഷെയറിൻ്റെ എണ്ണം കുറയ്ക്കാം, അതിന് കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറയും. ഇനി അതല്ല, 20 രൂപ വിലയുള്ള ഷെയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 10 രൂപ വീതം വിലയുള്ള 2 ഷെയറാക്കി മാറ്റുക, അതിനെ സബ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചേഞ്ചസ് വരുത്തുന്നതിന് നമ്മൾ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ബൈ റിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസലേഷൻ ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് ലോസ്റ്റ് ഓർ അൺറെപ്രസെൻറ്റഡ് ബൈ അവൈലബിൾ അസറ്റ്. മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾട്രേഷനകത്ത് നമ്മൾ സംഭവിക്കുന്ന പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ ഈ 2 ഷെയറിനെ 1 ആക്കുക, അല്ലെങ്കിൽ 1 ഷെയറിനെ 2 ആക്കുക. ഇനി ഇവിടെ അങ്ങനെയല്ല. റിഡക്ഷൻ എന്ന് പറയുന്നത് അസറ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അസറ്റ് ഇല്ലെങ്കിൽ, ഞാൻ നമ്മുടെ നേരത്തെ കാണിച്ച ബാലൻസ് ഷീറ്റ് പ്രകാരം നമ്മളുടെ ഗുഡ്വില്ലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ലൈബിലിറ്റി സൈഡിലും കുറയണം. അപ്പോൾ എന്താണ്, ക്യാപിറ്റൽ കുറച്ച് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അൺപെയ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിലെ കുറച്ച് എമൗണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് ഷെയർ ഹോൾഡേഴ്സുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ടാണ്, ചുമ്മാ ഒന്നും പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ധാരണ ഉണ്ടാക്കി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കമ്പനിയുടെ രജിസ്ട്രാറെയൊക്കെ അറിയിച്ച് വേണം അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ കോർട്ടിൻ്റെ പെർമിഷൻ വേണ്ടി വരും. നമ്മൾ ക്രെഡിറ്റേഴ്സിനെയും ഒക്കെ നമ്മൾ ഇതുപോലെ അവരുമായിട്ടൊരു നെഗോഷിയേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ക്യാപിറ്റൽ റിഡക്ഷൻ വഴി നമുക്ക് നടത്താം. അപ്പോൾ ദിസ് ഈസ് ജനറലി റിസോർട്ട് ടു റൈറ്റ് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസസ് ഓഫ് ദി കമ്പനി. സാധാരണ നമ്മൾ ചെയ്യുന്നത് കമ്പനിയുടെ പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നമുക്ക് വേറൊരു രീതിയിലും പറയാം, ക്യാപിറ്റൽ റിഡക്ഷൻ എന്നും നമുക്കതിനെ പറയാൻ കഴിയും. ഓക്കെ, ഇതിനെ നമുക്ക് എന്തും പറയാം, ക്യാപിറ്റൽ റിഡക്ഷൻ എന്നും പറയാം. ഇനി അണ്ടർ ദിസ് സ്കീം ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇസ് റെഡ്യൂസ്ഡ് വിത്ത് ദ സാങ്ഷൻ ഓഫ് ദി കോർട്ട്. The amount of debentures and creditors are reduced with their permission, and the amount is utilized to write off accumulated losses and fictitious assets of the company. ഇവിടെ പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ കോർട്ടിൻ്റെ സാങ്ഷൻ വേണം. ഇനി എമൗണ്ട് ഓഫ് ഡിബഞ്ചറോ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ആണ് കുറയ്ക്കുന്നതെങ്കിൽ അവരുടെ പെർമിഷൻ മേടിച്ചിട്ടേ അങ്ങനെ കുറയ്ക്കാവുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഇത് 2 ചെയ്യുമ്പോഴും, അതായത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോഴും ഡിബഞ്ചറിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോഴും ലൈബിലിറ്റി സൈഡിൽ എമൗണ്ട് കുറയും. അത് എന്തിനു വേണ്ടിയാണ്? അസറ്റ് സൈഡിലുള്ള ലോസ്, പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ, അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഫിക്റ്റീഷ്യസ് അസറ്റുകളുണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതുന്നത്. അതിനെ എഴുതി തള്ളാനും നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കുറയേണ്ട ആവശ്യമുണ്ട്. കാരണം അത്ര എഴുതി തള്ളുമ്പോൾ അസറ്റ് സൈഡ് അത്രയും കുറയും. അപ്പോൾ അതിനനുസരിച്ച് ലൈബിലിറ്റി സൈഡും കുറയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. സ്ഥാപനത്തിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിലുള്ള മാറ്റത്തിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ
ഇന്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും എന്തായിരിക്കും വ്യത്യാസം എന്നൊന്നും നമ്മൾ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് 2 പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മതി. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കമ്പനി പിരിച്ചുവിടുക, ഇല്ലാതാക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റഡ് ആയി പോകും ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ വന്നാൽ. പക്ഷേ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആ നിലനിൽക്കുന്ന കമ്പനി പിരിച്ചുവിടുകയോ സ്റ്റോപ്പ് ആവുകയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് ഇറ്റ്സ് ജസ്റ്റ് റീകൺസിഡറിങ് ഓർ റീ ഓർഗനൈസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത് ഇൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നോ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ് എന്നും ആ പോയിന്റ് ഉദ്ദേശിച്ചത് അതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നോക്കുക, അവിടെ ഒരു ന്യൂ കമ്പനി ഇസ് ഫോംഡ്. ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പുതിയ കമ്പനിയായിട്ട് തരും, അല്ലെങ്കിൽ വേറൊരു കമ്പനി അവർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ 2 മോശം പെർഫോമൻസ് ഉള്ള കമ്പനികൾ ചേർന്നിട്ട് പുതിയൊരു കമ്പനി തുടങ്ങാം. അപ്പോൾ എങ്ങനെ പോയാലും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും, ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയും ഒരു പുതിയ കമ്പനി അവിടെ ഫോം ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല, ഒരു കമ്പനി പുതുതായിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നില്ല. ഇങ്ങനെ 2 ഡിഫറൻസുകൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അടുത്ത പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും അമാൽഗമേഷൻ. ആക്ച്വലി അമാൽഗമേഷൻ ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ ഓർത്തോണം, അമാൽഗമേഷനിൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകാം, അതുപോലെ പുതിയ കമ്പനികൾ ഫോം ചെയ്യുന്നുണ്ടാകും. കാരണം ഇത് 2 എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റേണൽ റീകൺസ്ട്രക്ഷനും അമാൽഗമേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ അമാൽഗമേഷൻ അറ്റ്ലീസ്റ്റ് 2 കമ്പനീസ് ആർ ലിക്വിഡേറ്റഡ്. 2 കമ്പനിയെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യും. പക്ഷേ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ഒരു കമ്പനി പോലും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. നോ കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷനിൽ അങ്ങനെയല്ല, 2 കമ്പനികൾ, എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും ലിക്വിഡേറ്റ് ആയി പോവുക, എന്നിട്ട് എ ബി എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി തുടങ്ങുക. അപ്പോൾ ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവർ 2 കൂടെ ചേർന്നിട്ട് എ ബി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് ഒരു കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ എ ബി കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി തുടങ്ങാം. ഇനി ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ന്യൂ കമ്പനി ഈസ് ഫോംഡ്. ഓക്കെ, ഇത് തമ്മിലുള്ള 2 ഡിഫറൻസ്. 2 പോയിന്റുകൾ ഇത് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അമാൽഗമേഷൻ കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കേസ് ഓഫ് കോമ്പിനേഷൻ. അമാൽഗമേഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, ബട്ട് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഇറ്റ്സ് ഓൺലി റീ ഓർഗനൈസേഷൻ. ഓർഗനൈസ് നിൽക്കുന്ന ഒന്നിനെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഒന്നും കൂടെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് റീ ഓർഗനൈസ് ചെയ്യലാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷൻ അങ്ങനല്ല, കോമ്പിനേഷനാണ്. 2 കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് പുതിയൊരു കമ്പനി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നതാണ് കോമ്പിനേഷൻ. ഇന്റേണൽ റീകൺസ്ട്രക്ഷനും അബ്സോർപ്ഷനും, ഈ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുക ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അബ്സോർപ്ഷൻ 1 കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. അപ്പോഴും നമ്മുടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഒരു കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. അബ്സോർപ്ഷൻ ഇൻ കേസ് ഓഫ് എ കോമ്പിനേഷൻ അങ്ങനെയും വരാം. വേറാസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ക്യാപിറ്റലിനെ ഒന്ന് ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അല്ലാതെ 2 കമ്പനികൾ ചേർന്നൊരു കോമ്പിനേഷൻ ഒന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ജേണൽ എൻട്രീസ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ജേണൽ എൻട്രീസ് ഫോർ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ജേണൽ എൻട്രി ഒന്ന് നോക്കാം. ഈ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ആദ്യത്തെ ജേണൽ എൻട്രി ഫോർ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ. റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർ ഇപ്പോൾ 1000 രൂപ ഷെയർ ക്യാപിറ്റലുണ്ട് അവരുടെ കുറച്ച് പെയ്ഡപ്പ് വാല്യൂ അവരുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് അവർ കുറച്ച് ഒരു 200 രൂപ അവർ കുറയ്ക്കാൻ തീരുമാനിച്ചു ഷെയറിൻ്റെ വില. അപ്പോൾ ഇപ്പോൾ 800 റുപ്പീസാണ് കമ്പനിയുടെ പുതിയ ഷെയർ ക്യാപിറ്റലെങ്കിൽ ഇതിന് നമ്മളാണ് റെഡ്യൂസിങ് ദ പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. 1000 രൂപ ഉണ്ടായിരുന്ന ഷെയർ ഇപ്പോൾ 800 രൂപയാക്കി, 200 രൂപ കുറച്ചു. അങ്ങനെ വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ലൈബിലിറ്റി സൈഡ് കൂടിയാൽ, അതായത് ക്യാപിറ്റലും ലൈബിലിറ്റിയും കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, 1000 രൂപ എന്നുള്ള 800 രൂപയായി, അപ്പോൾ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇതിന് ഡെബിറ്റ് ചെയ്യാൻ കാരണം ഷെയർ ക്യാപിറ്റൽ അത്രയും എമൗണ്ട് കുറഞ്ഞ എമൗണ്ട്, അപ്പോൾ ഇവിടെ 200 എമൗണ്ട് വരേണ്ടത്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പുതിയൊരു അക്കൗണ്ട് ഫോം ചെയ്യും. അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 200 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും. ഇത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിനെ ടു റീ ഓർഗനൈസേഷൻ അക്കൗണ്ട് എന്നോ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എന്നോ നമുക്ക് വിളിക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് ആദ്യത്തത്. ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ എൻട്രി എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ആ കുറഞ്ഞ എമൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീ ഓർഗനൈസേഷൻ ഓർ റീകൺസ്ട്രക്ഷൻ എന്ന് മാറ്റാം. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് വെൻ ദ ഫേസ് വാല്യൂ ഷെയർ ഈസ് ചേഞ്ച്ഡ്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്തു. ഇറ്റ് ഈസ് എ ചേഞ്ചസ് ഇൻ ദ കാറ്റഗറി ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 രൂപ വിലയുള്ള 100 ഷെയർ, 10 രൂപ വിലയുള്ള 100 ഷെയർ എന്ന് പറയുമ്പോൾ നമുക്ക് 1000 രൂപയായിരിക്കും അല്ലേ? 1000 രൂപ. അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് 20 രൂപ വിലയുള്ള 50 ഷെയർ ആണെങ്കിലോ അപ്പോഴും ഫേസ് വാല്യൂ ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് സെയിം തന്നെയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഷെയർ ക്യാൻസലായി. 10 രൂപ വീതം വിലയുള്ള ഷെയർ ക്യാൻസലായി, മറിച്ച് 20 രൂപ വീതം വിലയുള്ള 50 ഷെയർ അവിടെ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഷെയർ നമുക്ക് ക്യാൻസൽ ചെയ്യണം, ഈ ഷെയർ നമുക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, അതേപോലെ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞാൽ ഡെബിറ്റും വേണം. കൂടിയ ക്രെഡിറ്റ്, കുറഞ്ഞ ഡെബിറ്റ്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഷെയർ ക്യാപിറ്റൽ കുറയുക ചെയ്യുന്നത്. 10ൻ്റെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആ കുറഞ്ഞ ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 10 × 100 എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. 100 = 1000. എന്നാൽ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പുതിയ ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തപ്പോൾ അതിന് കൃത്യമായിട്ട് ക്രെഡിറ്റ് വന്നു. ക്യാൻസൽ ചെയ്തതിന് ഡെബിറ്റ് വന്നു, പുതുതായിട്ട് വന്നതിന് ക്രെഡിറ്റും കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ 20 × 50 എന്ന് പറഞ്ഞായിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോഴും ഷെയർ 1000 തന്നെ. ഇപ്പം ഇതിപ്പം എന്താണ്? ടോട്ടൽ വാല്യൂവിൽ വില വ്യത്യാസം വരുന്നില്ല, മറിച്ച് ഷെയറിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം, അതായത് ഫേസ് വാല്യൂ ഡിഫറൻ്റ് ആവുന്നു. അപ്പോൾ ഇഷ്യൂ ഒരാളിനെ ക്യാൻസൽ ചെയ്യുന്നു, പുതിയൊരു ഷെയർ ക്യാപിറ്റലോടെ വരികയും ചെയ്യുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ആളിനെ ഡെബിറ്റ് ചെയ്തു, പുതു വന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്തു. രണ്ടാമത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്തെങ്കിലും കുറയ്ക്കാമെന്ന് സമ്മതിച്ചു എന്നിരിക്കുക. ലയബിലിറ്റി കുറയുക. ലയബിലിറ്റി കുറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് കുറയുമ്പോൾ അതും നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ലയബിലിറ്റി നമുക്ക് കുറഞ്ഞു വന്നതാണ്. അപ്പോൾ അത്രയും കുറയുമ്പോൾ അതിന് പകരം നമുക്ക് അസറ്റ് സൈഡിലുള്ള കുറച്ച് ലോസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡിബഞ്ചേഴ്സുമായിട്ട് നമ്മൾ പറഞ്ഞെല്ലാം ടൈപ്പാക്കി അവർ കുറച്ച് എമൗണ്ട് കുറയ്ക്കാവുന്നേറ്റെങ്കിൽ അങ്ങനെ അതിനുള്ള എൻട്രിയാണ് ലയബിലിറ്റി കുറഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ കുറഞ്ഞാൽ എന്നാൽ അതുപോലെ തന്നെ ഡിബഞ്ചറും. ഡിബഞ്ചർ ഈസ് എ ലയബിലിറ്റി, അത് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിബഞ്ചറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞാലും ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി കുറഞ്ഞാൽ ആ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് പോകും. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഡിബഞ്ചറിനെ പോലെ തന്നെയുള്ള ആളാണ് ക്രെഡിറ്റേഴ്സ്. ഇത് ലോങ് ടൈമും ഇത് ഷോർട്ട് ടൈം ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരും ഇതുപോലെ ഒരു റിഡക്ഷൻ അനുവദിച്ച് തന്നാൽ ഇതും ഒരു ലയബിലിറ്റി കുറയുവാണ്, ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയും. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരുടെ അസറ്റിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അസറ്റിൻ്റെ വില കൂടിയാൽ എന്ത് ചെയ്യും? അസറ്റിൻ്റെ വില കൂടിക്കഴിഞ്ഞാലും ഒരു അസറ്റ് കൂടുകയാണ്. കൂടുമ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന ഡെബിറ്റ് ചെയ്യണമെന്നാണ് അല്ലേ? അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ആ എമൗണ്ടും നമ്മൾ എങ്ങോട്ട് തന്നെ മാറ്റും? ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ കുറയുന്ന എമൗണ്ട്, ഡിക്രീസ് ആകുന്ന എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ലയബിലിറ്റി കുറഞ്ഞാലും അത് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട്. അത്രയും എമൗണ്ടിന് ആനുപാതികമായ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടമോ ഫിക്റ്റീഷ്യസ് അസറ്റോ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് എഴുതി തള്ളാം. അപ്പോൾ രണ്ട് വശവും ഈക്വലായിട്ട് വരും. എന്തൊക്കെ രീതിയിൽ എഴുതി തള്ളാം? ഇപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇപ്പോൾ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ടല്ലോ, ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി ഒക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ടല്ലോ. അതിന് പകരമായിട്ട് ഫേമിൻ്റെ ഗുഡ്വിൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടം പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എഴുതി തള്ളാൻ പറ്റും. പ്രിലിമിനറി എക്സ്പെൻസ് എഴുതി തള്ളാൻ പറ്റും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ. ഇനി ഫിക്സഡ് അസറ്റിൻ്റെ വില വല്ലതും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കത് എടുത്ത് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ റിഡക്ഷൻ എമൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പുതിയ ലയബിലിറ്റി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്താവും? അതവിടെ എൻട്രി ചെയ്യണം. അപ്പോൾ അതും ക്യാപിറ്റൽ റിഡക്ഷൻ എമൗണ്ടിൽ നിന്ന് നമുക്കതിനെ കുറയ്ക്കാം. പുതിയ ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ. ഇനിയും ക്യാപിറ്റൽ റിഡക്ഷൻ എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്യാപിറ്റൽ റിസർവ് എന്നും പറഞ്ഞാൽ ബാലൻസിങ് ഫിഗറിനെ നമുക്ക് മാറ്റുകയും ചെയ്യാം. പറഞ്ഞു പിടി കിട്ടിയോ? അതായത് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ഈ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞതും ഡിബഞ്ചർ കുറഞ്ഞതും ക്രെഡിറ്റേഴ്സ് കുറഞ്ഞതും എല്ലാം കൂടെ കുറച്ച് എമൗണ്ട് വന്നു. അതുപോലെ അസറ്റ് കൂടിയ എമൗണ്ടും എല്ലാം വന്നു. ഈ എമൗണ്ടിനെ പകരമായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? എഴുതി തള്ളാൻ വേണ്ടി ഗുഡ്വിൽ എഴുതി തള്ളി, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടം എഴുതി തള്ളി, പ്രിലിമിനറി എക്സ്പെൻസ് എഴുതി തള്ളി, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ കളഞ്ഞു.
അസറ്റിൻ്റെ വില കുറഞ്ഞെങ്കിൽ ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു, പുതിയ ലൈബിലിറ്റി വന്നപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ, എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കതിന് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് എമൗണ്ട് മാറ്റാൻ കഴിയും. ഇത്രയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ തിയറിറ്റിക്കൽ ബേസും അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇതിനനുബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. ഓക്കെ.